നമ്മൾ ഹോസ്പിറ്റലിൽ പോവേണേ. അപ്പോൾ നമ്മൾ അജിമോനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. മോൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമയും അതുപോലെ കഫക്കെട്ട്, പെട്ടെന്ന് തന്നെ കഫക്കെട്ടും ഉണ്ടാവാറുണ്ട്. അതായത് ഒന്ന് ചുമ വന്നാൽ നാളെ ആകുമ്പോഴത്തേക്ക് മോന് പെട്ടെന്ന് തന്നെ കഫം നെഞ്ചിൽ കെട്ടുന്ന ഒരു സിറ്റുവേഷനാണ്. അതിപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഒരു 2 years കൊണ്ട് ഇങ്ങനെയാണ്. സ്ഥിരമായിട്ട് ഒരുപാട് ആൻറ്റിബയോട്ടിക്കുകളൊക്കെ കൊടുക്കേണ്ടി വന്നു. ഹോസ്പിറ്റലിലൊക്കെ ഒരു 2-3 പ്രാവശ്യം അഡ്മിറ്റാക്കി. അങ്ങനെയൊക്കെ ചെയ്തിട്ടും കുട്ടിക്ക് നല്ലപോലെ ഈ ചുമയുടെ ബുദ്ധിമുട്ട് മാറിയില്ല. അങ്ങനെ ഒരുപാട് ആൻറ്റിബയോട്ടിക് ആയാലും പ്രശ്നമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ കരുതി ഒന്ന് മാറി ആയുർവേദത്തിലേക്കൊന്ന് കാണിച്ചു നോക്കാമെന്ന്. ഇപ്പം ഒരു 2 month കൊണ്ട് അവനെ ആയുർവേദമാണ് കാണിക്കുന്നത്. ആദ്യം ആയുർവേദ മരുന്നുകളൊക്കെ പിടിച്ചു വരാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു. എന്നാലും അൽഹംദുലില്ലാഹ് ഇപ്പം നല്ല മാറ്റമുണ്ട്. പെട്ടെന്ന് തന്നെ ഇപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ നെടുമങ്ങാടുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നെടുമങ്ങാട് സിറ്റി. 2 സൈഡിലും ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഏരിയയിലാണ് ഒരുപാട് ടെക്സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മുടെ ജോസ്കോ ജുവലേഴ്സും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഏരിയയിലാണ് വരുന്നത്. ഈ കാണുന്ന റോഡിലൂടെയാണ് നമ്മുടെ അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് പോകുന്നത്. നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകാനുള്ള. ഹോസ്പിറ്റൽ റൈറ്റ് സൈഡിലോട്ടാണ്. ഇവിടെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഈ കാണുന്ന സ്ഥലത്തു നിന്ന് റൈറ്റിലേക്ക് കയറുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റാൻഡും ഒക്കെ വരുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നെടുമങ്ങാട് കോടതി. ഇങ്ങോട്ടും ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു റോഡ് എപ്പോഴും നല്ല തിരക്കാണ്. നമ്മളിപ്പം ഹോസ്പിറ്റലിൻ്റെ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട്. ഇന്ന് കുറച്ചുകൂടെ പോയാൽ മതി, ഹോസ്പിറ്റലെത്തും. ഇവിടെ കാണുമ്പോഴേ അജ്മോൻ പറയും, ലേഹ്യം കിട്ടുന്ന ഹോസ്പിറ്റലല്ലേ, നമുക്കവിടെ പോകണ്ട എന്ന് പറയും. ലേഹ്യമൊക്കെ കഴിക്കാൻ കുറച്ച് മടിയാണ്. എന്നാലും പക്ഷേ നല്ല മാറ്റമുണ്ട് അസുഖത്തിന്. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഭാസ്കര വിലാസം വൈദ്യശാലയിലാണ് കാണിക്കുന്നത്. ആ ഭാഗത്തേക്ക് ആദ്യമേ ഓടിപ്പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നല്ല പരിചയമായി. ഡോക്ടറുമായിട്ടൊക്കെ നല്ല കമ്പനിയാണ്. അവനവിടെ പിടിച്ച് എന്തോ കരി കയ്യിലായിട്ടുണ്ട്. അത് തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് കാണാം. ഡോക്ടറെയൊക്കെ കാണിച്ചു. ചെറുതായിട്ട് ഇന്നലെ തുടങ്ങിയതേ ഉള്ളൂ. പക്ഷേ ഇന്നായപ്പോൾ കഫം നന്നായിട്ട് കെട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ചെറിയ ഷോപ്പിങ്ങിനൊക്കെ കയറി. അവന് ആ ഉടുപ്പ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അവൻ അതിട്ടാൽ വലുതായിരിക്കും. അപ്പോൾ വായ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ് പോയത്. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ആപ്പാടെ ടയേർഡായിപ്പോയി. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബായ്.